السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുത്തികാഫിന്റെ നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ ഹിദായത്തിലായി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. രോഗങ്ങളെ കൊണ്ടും മറ്റും വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യട്ടെ, ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മൾ നിസാ സൂറത്ത് തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞമായിരിക്കും, തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ മായിദ സൂറത്ത് നമ്മൾ കഴിഞ്ഞാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് കടന്നുകൂടാന്ന് അറിയാൻ വേണ്ടിയാട്ടോ. ചെറിയൊരു പരീക്ഷണം, ഒരു സൂറത്ത് പൂർത്തിയായ സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് അതിൽ ഒരട്ടം പറഞ്ഞാൽ പിന്നെ അടുത്തതിന് പോലും പറയരുത്. ഞാൻ ബറക്കത്തിന് വേണ്ടി ചെറിയൊരു സാധനങ്ങൾ തരും. ആ പറയണ്ടോൽക്ക് എല്ലാവർക്കും കൂടി ചാൻസ് ഉണ്ടാവില്ല. അതൊരു ബർക്കത്തിൻ്റെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ബർക്കത്തിൻ്റെ സാധനമാണ്. അവിടെ പാത്തിച്ചാൽ മതി, തെരിയിലൊരു മേശയിൽ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി പറഞ്ഞാൽ ആർക്കും ഉണ്ടാവില്ല കേട്ടോ. ഒരാൾ പറയുമ്പോഴേ നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ആദ്യത്തെ ചോദ്യം എല്ലാം ശ്രദ്ധിച്ചോളി. സഹോദരിമാരൊക്കെ എഴുതണ്ട, ഞങ്ങൾക്ക് ചാൻസ് ഇല്ലല്ലോ എന്നല്ലേ. ഇങ്ങനെ ഇപ്പോൾ പ്രായോഗികമായിട്ട് നടത്താനൊരു ബുദ്ധിമുട്ടുണ്ട്. നീ ഓലയും കൂടി അതിൽ പെടുത്തണ്ട. ഇൻഷാ അല്ലാഹ് നിസാ സൂറത്ത് പോലെ വേലുള്ള സൂറത്താണല്ലോ. നമുക്ക് അതിലോൽക്കാക്കണം നമുക്ക് അവസരം. വലിയ നിസാവുണ്ട്, ചെറിയ നിസാവുണ്ട് എന്നാണ് നബിതങ്ങൾ പറഞ്ഞു. വലിയ നിസായതാ ഇപ്പം നമ്മൾ ഇന്നെടുക്കേണ്ട സൂറത്ത് തുടങ്ങേണ്ടത്. പെണ്ണുങ്ങളുടെ വലിയ സൂറത്ത് എന്നതിനെ പറ്റി പറയും. അപ്പോൾ പെണ്ണുങ്ങളുടെ ചെറിയ സൂറത്ത് ഏതാ? അല്ല, ഇത് സമ്മാനത്തിനുള്ളതല്ല കേട്ടോ. ഞാനൊരു ഇത് പറഞ്ഞു എന്നുള്ളൂ.
തലാഖാട്ടോ, സൂറത്ത് തലാഖ്. സൂറത്ത് തലാഖിനെ പറ്റി അത് സഗീറായ നിസാഖ് അങ്ങനെയുണ്ട്. ഒരു പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, നമ്മൾ ഈ മായിദ സൂറത്തിൽ നാളെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത് അവർക്കുണ്ടായിരുന്ന ചില അന്ധവിശ്വാസങ്ങൾ. അതിൽ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും പടച്ചോന് നിശ്ചയിച്ചതാണിത് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ പോലെ പച്ച നുണ പറഞ്ഞ ഒരു സംഭവമാണ്. ഒട്ടകങ്ങളെ അല്ലെങ്കിൽ ആടുകളൊക്കെ അറുക്കാതെ ദൈവത്തിന് വേണ്ടി അത് നമ്മൾ ഒരുപാട് പേരുകൾ പറഞ്ഞു അല്ലേ? ഒരുപാട് പേരുകൾ അതിന്. പിന്നെ നമ്മൾ ആ സൂറത്തിൽ മായിദ സൂറത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ, 103-ാമത്തെ ആയത്ത്. അത് നോക്കി, അതിൽ നോക്കി അങ്ങ് ചോദ്യത്തിന് ഉത്തരം കിട്ടുവാനാണ്. 103-ാമത്തെ ആയത്തിൽ മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീല വലാ ഹാം. അല്ലാഹു തആല ബഹീറയെയോ സായിബത്തിനെയോ വസീലയെയോ ഹാമിനെയോ അല്ലാഹു നിർണയിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. പച്ചക്കളവാണത്. അതിന്റെ ചോദ്യം എന്താ അറിയോ? ഹാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയുന്നവർക്കാണ് സമ്മാനം. ഹാം എങ്ങനെ? അതല്ല, അത് അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ്, മാറിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. സായിബത്താണ്. 10 കൊല്ലം പിന്നെ എന്തിന് പിന്നെ അല്ലേ നമ്മളെന്തായാലും പറയാ, അതെ, ഇണചേര ഉപയോഗിച്ച് അമൃത്ത്. അതിനെ എന്ത് ചെയ്യാ? അള്ളാഹ് പിന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് ഇനി അറക്കാൻ പാടില്ല. എന്നാ വരി, നിങ്ങൾ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ. എങ്ങനെ? അൽഹംദുലില്ലാ, സന്തോഷമായിട്ടോ. ഹാമു പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിത് എഴുതിയെടുത്ത് കൊണ്ടുപോകണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ തുടക്കത്തിൽ തന്നെ പോസിറ്റീവായി, ഭയങ്കര റാഹത്തായി. ഇന്ന് രാവിലെ തന്നെ വന്നപ്പോൾ ഇതിൻ്റെ വയറൊക്കെ വേറിട്ട് സലാമ കുറച്ച് ഇറങ്ങാറിയണമെന്ന്. എന്നാലും ശരിയായി കിട്ടിയിട്ടോ. ഞാൻ നല്ല ഏജാറിലായിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലൊക്കെ ആകെ കൊളാവുമെന്നായിരുന്നു. അത് സൗണ്ടില്ല, ഞാൻ പോയില്ലേ. നമ്മൾ പറഞ്ഞില്ലേ വലിയ ഇതൊക്കെ ക്ലിയർ ആക്കുമ്പോഴേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും. അതിൽ അൽഹംദുലില്ലാ, അതാണ് ഒന്നാമത്തെ. ഞാൻ വേറെ ഒന്ന് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ. ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ മായിദ സൂറത്തിലാണ് നീതിയുമായി, അതായത് ഇപ്പൊ ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം അനീതിയാണ്. എല്ലായിടത്തും അനീതി. ഒരു ചെറിയ ബോഡിയിൽ നിന്നാണ് തുടങ്ങി മുകളിലേക്ക് പോയാലൊക്കെ എല്ലായിടത്തും അനീതി. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നീതിക്ക് വേണ്ടി പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ആയത്തുണ്ട്. അതായത് ദൈവീയാസന്ധി വ്യവസ്ഥ തയ്യാറാക്കി നമ്മൾ പോരുമ്പോൾ നമ്മൾ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ മറ്റുള്ള അംഗീകരിക്കുകയാണ്. നമ്മൾ അല്ല, അവർ പറഞ്ഞൊക്കെ നമ്മൾ അംഗീകരിക്കുക. നമുക്ക് ശരിക്കും അഭിമാനം നഷ്ടപ്പെട്ടതുപോലെയാണ്. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ എന്താണ് നമ്മളെ ജന്മനാട്ടിക്ക് പ്രവേശിക്കാനുള്ള തടസ്സം? അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ എന്താ കരാറ് ലംഘിച്ചാൽ എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ അത് പാടില്ല. ഒരു നിലക്കും നിങ്ങൾക്കൊരു കൂട്ടരോട് വിദ്വേഷം ഉണ്ടെന്ന് കരുതി അത് അവരോട് അനീതി ചെയ്യാൻ ഒരിക്കലും കാരണമാകരുത് എന്ന് പറയുന്ന ഖുർആനിലെ മായിദ സൂറത്തിലാണ് ആയത്ത് കിടക്കുന്നത്. ആ ആയത്ത് എത്രാമത്താന്ന് പറഞ്ഞാണ്? 8. നിങ്ങൾ വരും അല്ലേ? അതാണ് 8-ാമത്തെ ആയത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട. നോക്കൂ, അതൊക്കെ എന്തിനാ നമ്മളിതെന്തിനത് ഒന്ന് ആവർത്തിക്കേണ്ട അറിയങ്ങൾ. നമ്മൾ പലരോടും ഇടപെടണ്ടാണല്ലോ. അപ്പോൾ നമ്മക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം.
നോക്കി നിങ്ങൾ, നമ്മളോട് അനീതി കാണിച്ചിട്ട് എന്നാലും നമ്മളോട് പറയുന്നെന്താ? അള്ളാഹു പറയുന്നെന്താണ്? വലാ യജ്രിമന്നകും യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. ഒരു കൂട്ടരോട് വിദ്വേഷമുണ്ടെന്ന് കരുതി അവരോട് ഒരു നിലക്കും അനീതി ചെയ്യാൻ അത് കാരണമാകരുത് എന്നതാണ് ആയത്ത്. അപ്പോൾ അതും അൽഹംദുലില്ലാഹ് പ്രാർത്ഥന. ഇനി നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ദുആക്ക് വസീല വളരെ പ്രധാനമാണ്. വസീല. അതായത് നമ്മളെ അമലുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക, മഹാന്മാരായ ആളുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ പണ്ടേ ഉള്ളൊരു സംഗതിയാണ്. അതാണ് നമ്മൾ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, നബിയുടെ ഹക്ക് കൊണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ നിങ്ങൾ വസീല തേടിക്കോളൂ എന്ന് പറയുന്ന ഖുർആനിലെ ഏക ആയത്ത് അത് മാഇദയിലാണ്. എത്രാമത്തെ ആയത്ത് പറഞ്ഞാൽ? എത്ര? അവസാനത്തെ ഇതാണ് നമ്പർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം 35 അല്ലേ? 35 മാഇദ 35 യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, ആ ഗുഹയിൽ കുടുങ്ങിയിട്ട് 3 കാര്യങ്ങൾ വെച്ചതുമായിരുന്നപ്പോൾ ഉത്തരം കൊടുത്തു. ഡയറക്റ്റായിട്ട് തന്നെയാണ് ചോദ്യം. പക്ഷേ അമലുകളെ കാര്യപ്പെട്ടവരെ ഒക്കെ മുൻനിർത്തി കഴിഞ്ഞാൽ വേഗത്തിലെ ഉത്തരം കിട്ടുന്നുള്ളതാണ്. ഓക്കെ, വെരി ഞാൻ പറഞ്ഞു ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ വേറെ ചോദിക്കാം. അപ്പോൾ മഞ്ചേരി 80ൻ്റെ ശേഷമാണ്, 1900 ശംസുൽമന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ വളച്ചൊടിച്ച് ലഘുലേഖയൊക്കെ ഇവിടെ ഇറങ്ങിയ സമയമാണ്. അന്ന് യേശു ക്രിസ്തു ദൈവമാണ് എന്നത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ ലഘുലേഖ ഇറക്കിയ ആയത്ത് മാഇദ സൂറത്തിലാണ്. ഞാൻ ബോർഡും എഴുതി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. 72 അതാണത്. അതായത് മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ ദൈവമാണെന്ന് പറയുന്നവർ സത്യനിഷേധികളാണെന്നാണ്. ചോദ്യം ചെയ്തു, ഈ ലഖദ് കഫറല്ലദീന ഖാലു എന്ന് ഒഴിവാക്കി. എന്നിട്ട് ഏത് മാത്രം കൊടുത്തു? ഇന്നല്ലാഹ മസീഹ്. വരി കോട്ടക്കൊക്കെ പോയി. ഒരു കോട്ടക്കെന്ന് വരണ്ടാണ്. ഇനി ഞാനൊരു ആയത്ത് ഓതാം. ആ ആയത്ത് ആരാണ് ഉദ്ദേശം നിങ്ങൾ പറയണത്? പെണ്ണുങ്ങൾ കരുതണ്ടാവും, തൊള്ളി കടന്നിങ്ങനെ കളിച്ചാണ്. അതൊക്കെ തരങ്ങളും അവസരം കൊടുക്കണം നമുക്ക്. എൺപത്തിരണ്ടാമത്തെ ആയത്ത് നോക്കി, മാഇദയിലെ 82. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതജിദന്ന അശദ്ദൻ നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ വലതജിദന്ന അഖ്റബഹും മവദ്ദത്തൻ ലില്ലദീന ആമനുൽ ലദീന ഖാലൂ ഇന്നാ നസ്വാറാ.
ഞാൻ അർത്ഥം വെക്കാതെ അങ്ങ് കിട്ടുമെന്ന് നോക്കിയാണ്. വല തജിദന്ന അഖറബഹും മവദ്ദത്തൻ ലില്ലദീന ആമനുല്ലദീന ഖാലൂ ഇന്നാ നസാറ. അതാരെ പറ്റിയാണ് പറയുന്നത്? അതായത് അതിൽ പറയണ്ടേ, ആദ്യം പറഞ്ഞ എന്താ അറിയോ, അതായത് എങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയാണ്, ഒരു വ്യക്തി കാരനാണ് അത് അവതരിച്ചത്. ആ വ്യക്തി ആരാണ്? ഞാൻ അർത്ഥം വെച്ചാൽ കിട്ടും കേട്ടോ, എന്നർത്ഥം വെക്കാം. സത്യവിശ്വാസികളോട് ഏറ്റവും അധികം കഠിനമായ വെറുപ്പുള്ളവര് യഹൂദികളാണ് എന്നാണ് ആദ്യം പറയുന്നത്. എന്നാൽ അവരോട് ഏറ്റവും അധികം സ്നേഹബന്ധമുള്ളവർ നസാറാക്കളിലുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കി, അത് ആരെ പറ്റിയാണ് അപ്പൊ പറഞ്ഞത്? അല്ല, അബ്ദുല്ലാഹി ഇബ്നു സലാം വലിയൊരു പണ്ഡിതനായിരുന്നു. പക്ഷെ ഇത് പറയേണ്ട മൂപ്പരല്ല. ഞാനെന്നാ പറയട്ടെ, സഹോദരിമാരെ കൂട്ടത്തില് ഇതാർക്കേലും ഇതിന്റെ ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ പറയണില്ല, ഒഴിച്ചിടുകയാണ്. സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇത് അറിയുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ചെറിയ കുട്ടികൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് ആ ഉത്തരയിട്ട്. ഒരാള് കാരണമാണ് ആ ആയത്ത് ഇറങ്ങിയത്. പറഞ്ഞു മാരെ എവിടെ പറഞ്ഞു കേട്ടോ, നജ്ജാശി രാജാവാണ്. വെരി മാഷെ, അതാണ് നജ്ജാശി രാജാവ്. എന്താ കാരണം എന്താ നിങ്ങള്? ജഅഫർ റളിയല്ലാഹു അൻഹു സംഘം അവിടെ ചെന്നപ്പോ ഓൽക്ക് അഭയം കൊടുത്തു. റസൂലുള്ളാഹിന്റെ അപ്പൊ അത് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. എന്നാലേ നമ്മൾ സഹോദരിമാർക്ക് ഒന്ന് വിട്ടുകൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് പറഞ്ഞാണ്ട് പിന്നെ നിങ്ങളെന്ന് അറിയാലോ. ഞാൻ ഒരൊറ്റ ഇത് സഹോദരിമാർക്ക് കൊടുക്കാം. ഒരു ചോദ്യം ഞാൻ പറയാം. ഇത് അതായത് ഈ മായിദയിലുള്ള വിശദീകരണത്തിൽ നിന്ന് മാത്രാട്ടത് സഹോദരിമാർക്ക് വേണ്ടി പിടിച്ചോളി. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിലെ ഒരു ഭാര്യക്ക് ഉമ്മുൽ മസാക്കി എന്ന സ്ഥാനപ്പേരിട്ട് നമ്മളൊരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിസ്കീമാരമ്മ, മിസ്കീമാരെ പാവപ്പെട്ടവരുടെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഭാര്യക്ക് പേര് വേണ്ടിട്ട്. ആ പേര്, ആ ഭാര്യ ആരാണ് സഹോദരിമാർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുട്ടികളാരെങ്കിലും എന്ന് പറഞ്ഞ ശേഷം, എന്നാൽ ചെറിയ കുട്ടികളുണ്ടല്ലോ അവിടെ അല്ലേ, ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് കിട്ടുമ്പോൾ നമുക്ക് ഒരു വിവരം കൊടുക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ അടുത്ത ക്ലാസ് ഇട്ടാ, കഴിഞ്ഞ ക്ലാസ്സും മുമ്പത്തെ ക്ലാസ്, അതായത് നമുക്കിപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ, പിന്നെ ഈ ഉമ്മത്തിലല്ല മൊത്തം സിദ്ദീഖിനുടെ നേതാവാണ്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് നമുക്ക് നബിയുടെ സ്വഹാബത്തിന്റെ സ്ഥാനത്താണ് ആര്? ഹവാരിയങ്ങൾ. റഈസുൽ ഹവാരിയീൻ അതാരാണ്? മോനെ ഉത്തരം കിട്ടി? ആരെങ്കിലും തന്നോ? ഒരു കുട്ടിയോടൊന്ന് വന്നോളാം ചോദിക്കാം. റഈസുൽ ഹവാരിയീൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ്? മോനെ ആ കുട്ടീനെ വിളിച്ചാണ്. മോനെ അവൻ കേൾക്കണല്ലേ. നിങ്ങളെ സ്ത്രീകളവിടെ ഒന്ന് പോയി നോക്കി. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഒരു ഉത്തരം ആരെങ്കിലും പറയുന്നുണ്ടോയെന്ന് നോക്കാം. ഒരു ചിലപ്പോൾ എഴുതി തരും എന്തെങ്കിലും ചെയ്യും കേട്ടോ. നിങ്ങൾ ഓലൊരു പേര് പറഞ്ഞുതരും, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേര് പറഞ്ഞുതരും. അപ്പം മറക്കാതെ ഇങ്ങോട്ട് വരിക പറഞ്ഞു.
തെറ്റിയാ ഞാൻ തെറ്റിയാന്ന് പറയാം. ഇത് കിട്ടിയ ഞങ്ങൾക്ക് ഹവാരിയങ്ങളുടെ നേതാവ് ആരാണ്? ഞങ്ങൾക്ക് മായിതിറക്കി തന്നെ എന്ന് പറഞ്ഞല്ലോ. ആ ചോദ്യമായിട്ടും വന്നവരിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഏറ്റവും ടോപ്പിലെ ആളാണ്. മൂപ്പരെ പേര് പറഞ്ഞില്ലേ? എന്നാ ചടയന്മാർക്ക് തോന്നിട്ടോ. ഞാൻ ആലോചിച്ച് നോക്കി, എന്താണ് പേര്? അല്ല, ഓർക്കുണ്ടോ? ചോദിച്ചല്ലേ? ഷംഊൻ. അതാണ് നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ മൂപ്പരുടെ നേതൃത്വത്തിലാണ് അന്ന് അത് വന്നത്. ഇനി ഇതിൽ വന്ന നമ്മൾ വന്ന ഒരു വിശദീകരണത്തിൽ വന്ന ഒരു ചോദ്യം ചോദിക്കാം. ഒരു സ്വഹാബി വനിതയെ സംബന്ധിച്ച് അവർക്കൊരു സ്ഥാനപ്പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു, ദാത്തുൻ നിതാഖൈനി. ആർക്കാ കിട്ടിയ? ദാത്തുൻ നിതാഖൈനി. ആ പേര് പറയണോ? ഐഷാവിന്റെ സഹോദരിയാണ് അസ്മാ ബിബി. അസ്മാ ബിബി ആ നിതാഖ് ആ രക്കച്ചെടുത്തുകാണ്ട് എന്ത് ചെയ്തു? കൊടുത്തല്ലോ. ആ ഈത്തപ്പഴം ഒരു സഞ്ചിയിലും വെള്ളം ഒരു സഞ്ചിയിലും നിറച്ചു. അപ്പം അതിൻ്റെ മൂടി കെട്ടണം, കയറില്ല. ആ രാത്രി തന്നെ അവിടുന്ന് പുറപ്പെടും വേണം. ശത്രുക്കൾ ബാക്കിലൂടെ പുറപ്പെടാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഗം പുറപ്പെടണം. അപ്പോൾ കയറെവിടെ? കയറില്ല. അപ്പോൾ കയറിങ്ങനെ തിരയാണ് അസ്മാവി. ആ കയറ് കാണുന്നില്ല. അതിലിനി കൂടുതൽ സമയം നിൽക്കാൻ നേരമില്ല. ഈ അരക്കച്ച വലിച്ചെടുത്തിട്ട് പകുത്തിട്ട് അത് കെട്ടി. ഇത് കണ്ട നിവിധങ്ങൾ സന്തോഷത്തിൽ പറഞ്ഞതാണ്, ആകളുടെ ഒരു അരക്കച്ച മോളേജ് നമ്മളെ സഹായിച്ചല്ലോ. ജിദാത്ത് നിത്താഖീന്, എനിക്ക് സ്വർഗത്തിൽ 2 അരക്കച്ച ഉണ്ടാവും എന്ന് പ്രകീർത്തിച്ചു അസ്മാവി. ഇനി നമുക്ക് പെട്ടെന്ന് പറയാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പുതുമുള്ള പരിപാടി ആട്ടെ, കുറച്ച് ബാക്കി നമുക്ക് പറയാമല്ലോ. ഇനി ഞാൻ നമ്മളെ വിശദീകരണത്തിൽ പടുത്ത് വിശദീകരിച്ചൊരു വിശദീകരണം ഞാൻ പറയാം. അതായത് ഒരു ഹദീസിൽ 4 ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ വിട്ടു, നിങ്ങൾ പറയണം. 2 അഹ്ലാണ്, കുടുംബം. 3 ഔലാദാണ്, മക്കള്. 4-മത്തത് അസ്ദിഖാ, ചങ്ങാതിമാർ. ഇതൊക്കെ നമ്മളെ പറ്റിക്കും. 3 പറഞ്ഞു. ഒന്ന് കുടുംബം, മറ്റൊന്ന് മക്കള്, മറ്റൊന്ന് ചങ്ങാതിമാര്. ഒന്ന് 4ആണ്. അത് മാലാണ്, ധനം. അതാണ് 1-മത്തെ. അപ്പൊ അതായി. ഇനി വേറൊന്ന് ഞാൻ ചോദിക്കാം. സൈനബാണ് അതിന്റെ ഉത്തരം. അപ്പോൾ സൈനബ് എന്നൊരു സാത്ത് പറഞ്ഞ ഒരാളെല്ലാം കൂടി പറഞ്ഞല്ലോ. അല്ലല്ല, അപ്പൊ ഏതിലാണ് ആട്ടെ ശ്രീപ്പാവി. അപ്പൊ സൈനബാണ്, സൈനബാ ബീവിക്കാണ് ഉമ്മുൽ മസാക്കീൻ. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായി. ഓലയിൽ പെട്ടല്ലോ അല്ലേ? ഓല് പെട്ട്. അപ്പോൾ വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ലോ. ഓല ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തി നമ്മളെ 2 കുട്ടികളൊക്കെ അവിടെ നിർത്തണം എന്നുള്ളൂ. അപ്പോൾ ഓലും ശ്രദ്ധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് അത് മായിദയിലാണല്ലോ കിടക്കേണ്ടത്. അതിന്റെ ചോദ്യം എന്താ അറിയോ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം. മദ്യം, ചൂതാട്ടം. മൈസിറിനെ ചൂതാട്ടം. ഇനി അവിടെ 4 കാര്യങ്ങളാണ് ആയത്തിൽ വരുന്നത്. അൻസ്വാബ്, അസ്ലാം. അൻസ്വാബ് എന്താണ്? അല്ല
അൻസാബ് അല്ല. ഇനി മറ്റേച്ച് ചോദിക്കണ്ട, അസ്ലാമാണത് പ്രശ്നക്കോര്. അൻസാബ് എന്താ? അൻസാബ് ഞാൻ പറയാം. അൻസാബ് പറഞ്ഞാൽ അസ്നാം, അതായത് വിഗ്രഹങ്ങൾ. മറ്റേത് അസ്ലാം എന്താണ്? പ്രശ്നക്കോലുകൾ. കമ്പനിക്ക് അടിച്ചു എന്നറിയാം. ഇനി ഞാൻ വേറെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഒരു സ്ഥാനപ്പേര് അള്ള കൊടുത്തിട്ടുണ്ട്, സ്വാദിഖുൽ വാഇദ്. ആ പ്രവാചകൻ ആരാണ്? അല്ല 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 പ്രവാചകനാണ്. സ്വാദിഖുൽ വാഇദ്. ഈ സ്വാദിഖുൽ വാഇദ് എന്ന് പറഞ്ഞാൽ തന്നെ വാഗ്ദത്തം സാക്ഷാത്കരിച്ച ആളെന്നാണ്. അല്ല 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 അല്ലല്ല യൂനുസ് നബി അല്ല, സക്കരിയ നബി അല്ല, അല്ല ഈസാ നബി അല്ല, അല്ല ഇബ്രാഹിം നബി അല്ല, നൂഹ് നബി അല്ല, അല്ല അല്ല. ഇതിപ്പോ 25 കത്തുട്ടോ. ഏതായാലും ഇവക്ക് എത്തുന്ന ഉറപ്പാണ്. ആ 25 ഉള്ളു. അല്ല 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 അല്ല. ഇനിയിപ്പോ അതിൽ അലിയസഹി നബി ഉണ്ട്, മൂപ്പരും അല്ല. അല്ല സക്കരിയ നബി അല്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഞാനല്ല ഇബ്രാഹിം നബിന്റെ അടുത്ത് എത്തിയിട്ട് അങ്ങോട്ടാണ് എത്തുന്നില്ല. അതെന്താ സ്വാദിഖുൽ വാഇദ് പറയാൻ കാരണം എന്താ അറിയോ? അതെന്താ? ഇനി പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ, അന്നറക്കണമെന്ന്. എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ എന്താ? അബത്തി ഫൽമാതൂമർ സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചോണ്ട്. നാളാണ് വാക്ക്. ആ വാക്ക് മൂപ്പര് പാലിച്ചു. അറക്കാൻ കൊണ്ടുപോയി കിടത്തിയപ്പോ വരെ എന്ത് ചെയ്തില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. അസ്സലാമു അലൈക്കും എൻ്റെ ഉമ്മാനോട് വരണമെന്ന് വരെ പറഞ്ഞു. അങ്ങനെ കിട്ടിയ പേരാണ് ഇത് സ്വാദിഖ്. വരി ഒന്നും കൂടി ഇട്ടോ. ബിസ്മില്ലാ. ഇനി ഒരൊറ്റൊന്ന്. അതിനിപ്പോൾ നമ്മൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് വേണ്ട, നമുക്ക് വേണ്ട ഒന്നാണ് ഒളുവ്. നിങ്ങൾ ഒളുവിനെ പറ്റി പറയുന്ന ആയത്ത് വേഗത്തിലൊന്ന് പറഞ്ഞാണ്. ഒളുവിനെ പറ്റി പറയുന്ന ആയത്ത് എത്രാമത്താണ്? തീരെ പറയാത്തവർക്ക് ചാൻസ് കിട്ടാം. ഒളുവിനെ പറ്റി ആകെ ഒരായത്തേ ഉള്ളൂ ഖുർആനിൽ. എത്ര? ജുവാക്കും 6-ാമത്തെ. അതെ. അപ്പൊ എന്നാ അത് നിങ്ങൾക്ക് ഒരട്ടടിച്ചല്ലോ അഫാസീസിലേക്ക്. അല്ല അല്ല അതല്ല, ഒരട്ടം കിട്ടിയാൽ പിന്നെ അടിച്ചാന്ന് പറഞ്ഞേക്കണം. ആദ്യം പറഞ്ഞ കരാറാണ്. അപ്പൊ എന്നാ തൽക്കാലം നമുക്ക് നിർത്താം. അതെ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസാ സൂറത്ത് കഴിയട്ടെ. കവർ കുറച്ച് എണ്ണം കൂടെ ഇൻഷാ അല്ലാഹ്. അതൊരു വർക്കത്തിനിടെ ചെലവാക്കണ്ട ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂലാക്കട്ടെ. ഞാനിന്ന് വന്നപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു സമ്മാനത്തിൻ്റെ പറഞ്ഞിട്ട് അതിൻ്റെ പൈസ ഞാൻ തരട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വർക്കത്തിൻ്റെ പൈസ എൻ്റെ അടുത്തുള്ള ഞാൻ എടുത്തത് അത് തന്നെ ആയിക്കോട്ടെ. ആ സഹോദരൻ്റെ അടുത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. രോഗികളെ ഫണ്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു അതിൻ്റെ ഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഇനി നമുക്ക്
പെണ്ണുങ്ങളുടെ വലിയ സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തു നിസാ. നമുക്ക് നിസായിൽ ഞാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് 2 ആയത്ത് ഓതി വെച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. നിസാ സൂറത്ത് സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പ്രത്യേകം പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് നിസാ എന്ന് പേര് വന്നത്. അത്യാവശ്യം വലിയ സൂറത്താണ് സൂറത്ത് നിസാ. 176 ആയത്തുകളുള്ള ഈ സൂറത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒരു കാലത്ത് പറ്റേ അവഗണിക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തിന്, അതുപോലെ തന്നെ യതീമുകള്, സ്ത്രീകള്, അവർ വല്ലാതെ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവർക്ക് എല്ലാ നിലക്കുമുള്ള സ്ഥാനം വകവെച്ചു കൊടുത്തത് അള്ളാഹിന്റെ വിശുദ്ധ ദീനാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും ഒട്ടേറെ ആയത്തുകൾ പറയുന്നുണ്ട്. ആ ആയത്തുകളൊക്കെ ഈ നിസായിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അവരുടെ പേര് പോലും അല്ലാഹു തആല നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസായിലെ ഈ ആയത്തൊക്കെ ഓതി വിശദീകരിക്കുന്ന കാലത്ത് ഫ്രാൻസിൽ ഒരു യോഗം നടന്നു അത്രേ. നസ്വാറ പുരോഹിതന്മാർ അന്ന് അവരുടെ യോഗത്തിലെ അജണ്ട സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ യോഗത്തിലെ തീരുമാനം സ്ത്രീക്ക് ആത്മാവുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ ഒരു ചർച്ചയില്ല. പെണ്ണിന് ഒരിക്കലും അങ്ങനെ ബാക്കൊക്കെ തള്ളുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ പറ്റി അവഗണിക്കുന്ന യതീമുകളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലത്ത് നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് വരച്ചു കാണിച്ചു. അതല്ലാതെ ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് എന്ന് പറയുന്നത്, ഇസ്ലാമിൽ ഒരു കാലത്തും സ്ത്രീയെ അവഗണിച്ചിട്ടില്ല, അവഗണിക്കൂല. ഒരു കാലത്ത് അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്തു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ പെണ്ണിനെ ഒരു ഭാരമായി കണ്ട്, പെണ്ണുണ്ടായ വരുമാനം ഉണ്ടാവില്ല, ആണുങ്ങളുണ്ടായാലേ കച്ചവടത്തിനും മറ്റൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതിലൊക്കെ അവഗണിച്ചു. വിധവകളെ പ്രയാസപ്പെടുത്തി. യതീം കുട്ടികളുടെ മുതൽ ഞങ്ങൾ സംരക്ഷിക്കാന്ന് പറഞ്ഞാണ്ട് ഏറ്റെടുക്കും. അങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? യതീമുകളെ വല്ലാതെ പ്രയാസപ്പെടും. അതൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ അള്ളാഹു അത് സംബന്ധമായിട്ട് ആയത്തിറക്കി. ഇനി നോക്കൂ, അപ്പൊ സൂറത്തു നിസാ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ, അനന്തരാവകാശ നിയമങ്ങളെ പറ്റി വരെ വിപുലമായ ചർച്ചകൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു നിസാ. ഇൻഷാ അല്ലാഹ് അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അതത് വിഷയങ്ങൾ, അതായത് ഫിഖ്ഹിയായ കുറേ കാര്യങ്ങളും കൂടി കൂടുതൽ വരുന്ന ഭാഗമാണ് ഏത്? കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഏത്? ഈ നിസാ സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ മൊത്തത്തിൽ വിളിക്കുക. മുഅ്മിനീങ്ങൾ വിട്ടു, അല്ലാത്തവര് വിട്ടു. അതിൽ ജിന്നും മിൻസും എല്ലാം പെട്ടു എന്നാണ്. ഈ യാ അയ്യുഹന്നാസ് എന്ന തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വെറും മനുഷ്യർ മാത്രമല്ല, വിളി അങ്ങനെയാണെങ്കിലും അതിലെല്ലാവരും പെട്ടു എന്നാണ്. പൊതുവെ ആദ്യകാലത്തിറങ്ങിയ ആയത്തുകളിലൊക്കെ വിളി യാ അയ്യുഹന്നാസ് നേകാർ. പിന്നെ നമ്മളെ മദീന ജീവിതത്തിൽ, മദീനയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിലുള്ള വിളികളൊക്കെ അധികം യാ അയ്യുഹല്ലദീന ആമനൂ നേകാർ. വിശ്വാസികൾ കൂടി. മക്കയിലുള്ള അധിക ആയത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വിഷയത്തിനനുസരിച്ച് ചിലത് വരും. ഇവിടെ യാ അയ്യുഹന്നാസ് തന്നെ വരേണ്ടത്. ഇത് നോക്കൂ, അതിന്റെ ശേഷം പറയുന്ന വിഷയം വന്ന മനസ്സിലാവും. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക, നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കുക. ഏതാണ് ഈ റബ്ബ്? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരൊറ്റ ശരീരത്തിൽ നിന്ന്. ഒറ്റ ശരീരത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ,
എന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു സൗജഹാ, അതിന്റെ ഇണയെ. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, എന്നിട്ട് അവർ രണ്ടുപേരിൽ നിന്ന് ധാരാളം ആണിനെയും പെണ്ണിനെയും അവൻ കൊണ്ടുവന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഏതാണ് ഈ അല്ലാഹു? അല്ലദീ തസാഅലൂന ബിഹി, ആ റബ്ബിനെ മുൻനിർത്തിയാണ് നിങ്ങൾ എല്ലാം ചോദിക്കുന്നത്, അവനോടാണ്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വല്ലർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണേ. അതായത് ഏതൊരു റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, ആ റബ്ബിനെയും കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ മേലിൽ ഒരു നിരീക്ഷകനാണ്. അല്ലാഹു നിങ്ങളുടെ മേലിൽ വലിയ നിരീക്ഷകനാണ്. ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. മാനവ സമൂഹത്തെ മൊത്തത്തിൽ വിളിച്ചിട്ട് ആദ്യം അല്ലാഹു പറയുന്നത് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. തഖ്വ വേണം. തഖ്വ എന്ന് പറയുമ്പോൾ 3 രീതിയിൽ വരുന്നതാണ്. ഒന്ന് സാധാരണക്കാരായ നമ്മളെ തഖ്വ, മറ്റൊന്ന് സാധാരണക്കാരിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്കുള്ള ഹവാസ് എന്ന് പറയും, പ്രത്യേകക്കാർ. ഇനി അതിന്റെ മുകളിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്, ഹവാസുൽ ഹവാസ് എന്ന് പറയും. ഇങ്ങനെ 3 തട്ടിലാണ് മൊത്തം ജനങ്ങൾ. അതില് അവാമ്, നമ്മളൊക്കെ ഇപ്പൊ സാധാരണക്കാരാണ്. സാധാരണക്കാരായ ആളുകളുടെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൂക്ഷ്മത എന്ന് പറഞ്ഞാല് ഓല് നിസ്കരിച്ചു പോലെ, നോമ്പ് നോൽക്കും, സക്കാത്ത് കൊടുക്കും, അങ്ങനത്തെ പോലെ ചെയ്യും. കള്ളുടിക്കൂല, നമുക്ക് പാടില്ല എന്ന് ഓൽക്കറിയാം. അതായത് കൂടുതലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. കള്ളും കഞ്ചാവും പെണ്ണും ഇതൊക്കെ അത് പിന്നെ അവിഹിതമായി വന്ന് ഇതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും ചെയ്യുക. അതിനൊക്കെ വിട്ടുക്കും. ഇത് മിനിമാണ്. നോക്കൂ, അതായത് അവാമിന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഏതാ? ഹറാമൊന്നും ഓല് ചെയ്യൂല, നിർബന്ധം ഓല് ചെയ്യും. അത്രയിലും വേണല്ലോ, എന്തായിരുന്നാലും വേണല്ലോ. ഹവാസ് എന്തായിരിക്കും എന്നറിയോ? ഒരു പരമാവധി കറാഹത്ത് ഒഴിവാക്കും, പരമാവധി സുന്നത്തെടുക്കും ചെയ്യും. സുന്നത്ത് പരമാവധി എടുക്കും, കറാഹത്ത് ഒരു പരമാവധി ഒഴിവാക്കും. മറ്റേതൊക്കെ ഹറാമ് ചെയ്യൂല, നിർബന്ധം ചെയ്യും. ഇതാണ് ഹവാസ്. ഹവാസുൽ ഹവാസ് എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മതയാണ്. അവര് തെറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് ശരി തന്നെ ഒഴിവാക്കും. തെറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് ഒരു ശരി തന്നെ ഒഴിവാക്കും. ഉമർ റളിയല്ലാഹു ഉണ്ടേന് അങ്ങനെ ഒരു നിലപാട്. അതായത് പലിശയുമായി ബന്ധപ്പെടുമോ എന്ന് പേടിച്ചിട്ട് അതിന് സാധ്യതയുള്ള എന്നാ തെറ്റല്ലാത്തതും കൂടി എന്ത് ചെയ്യും, ആ വാക്ക് പോവന്നെ വേണ്ട. അങ്ങനെ ഈ ഇവിടെ അടുത്തൊരു ബാങ്കിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഉസ്താദ്, പള്ളിക്കത്തെ ഉസ്താദ്, അപ്പോൾ അത് വഴിയാണ് പോകുമ്പോൾ കമ്മിറ്റിപ്പെട്ട ഒരാള് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്. ഈ ചെറിയ ക്ലാസ്സിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. ആ ഉസ്താദിലെ പോവാണ്. അപ്പോൾ പ്രസിഡന്റാണ് മൂപ്പര് ഉസ്താദിനെ വിളിച്ചു, ഒരു ക്ലാസ് ബാങ്കിന്റെ ഉദ്ഘാടനമാണ്, അയാളപ്പം അതിനടങ്ങാറാക്കണ്ടെന്നും കൂടി എന്ത് ചെയ്യൂല ആണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഹവാസുൽ ഹവാസൊക്കെ നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. തഖ്വയുടെ കാര്യം പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്തായിരുന്നാലും പിന്നെ നമ്മളെ ഓരോരുത്തരെ ഇപ്പോൾ വലിയ വലിയ സൂഫിയാക്കള് ഓലൊക്കെ വലിയ തഖ്വക്കാരൻ, വലിയ തഖ്വ. ഇപ്പോൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു സൂഫി വര്യന് മൂപ്പർക്ക് ജനാബത്ത് ഉണ്ടായില്ല, ആ കുളി നിർബന്ധമായി. അങ്ങനെ മൂപ്പര് ഒരു നദിയുടെ കരയിലാണ് താമസിക്കുന്നത്. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ നദിയിലേക്ക് രാത്രി താജ്ജുസ്കരിക്കണം, കുളി നിർബന്ധമായതാണല്ലോ, കുളിക്കാൻ പോയി. അപ്പോൾ മൂപ്പർക്ക് തോലിന്റെ ഒരു കുപ്പായുള്ളത്, പുരാതന കാലത്തൊക്കെ അങ്ങനെയുള്ളൂ, കട്ടിയുള്ള കുപ്പായാണ്, ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഇയാൾ പോയി ടൈഗ്രീസ് നദിയുടെ തീരത്ത് പോയി. മൂപ്പര് വെള്ളത്തിൽ മുങ്ങണല്ലോ, അതിനു വേണ്ടി ഈ കുപ്പായ അയച്ചതാണ്. എന്നിട്ട് കാറ്റിൽ പെരുഞ്ചാതി തണുപ്പാണ്.
രോമകൂപങ്ങളിലൂടെ ഇങ്ങനെ തണുപ്പ് കയറും പോലെ. അതിൽ മൂപ്പരിങ്ങനെ ചിന്തിച്ച് മൂപ്പര മനസ്സിൽ വന്ന പോലെ ഉണ്ട്, എങ്ങനെ കുളിച്ച് കുളി നിർബന്ധമാണ്. ചെറിയൊരു മടി നമുക്കിടയിൽ എങ്ങനെ നിൽക്കില്ല, ആരും തള്ളിയിടേണ്ടി വരും. അങ്ങനെ കുളിയിൽ അറ്റുപോകാനൊരു സംഗതിയുണ്ട്, ഭയങ്കര മടിയായി കയറാം. അങ്ങനെയൊന്നും മടിച്ചിട്ടില്ല. ഒരു ഏതാനും സെക്കൻഡുകൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുള്ളൂ. അതിൽ മൂപ്പര് എന്താ ചെയ്തറിയാം, മൂപ്പര് സ്വന്തം ശരീരത്തോട് പറഞ്ഞു എന്നാ, എനിക്കങ്ങനെ മടി ഒന്നുമില്ല. മൂപ്പരെന്ത് ചെയ്തു, ആ കുപ്പായം ഇട്ടു. ആ കുപ്പായിട്ടാണ് കുപ്പായത്തോടു കൂടെ നദിയിൽ ചാടി. കുപ്പായിട്ട് എന്തിനാ നിങ്ങൾ, തണുപ്പ് ഒഴിവായി കിട്ടാനല്ല. എന്നിട്ട് മൂപ്പര് ശരീരത്തിന് പണിഷ്മെന്റ് കൊടുത്താണ്. എന്താ, ഒരു പിന്നെ ശരീരത്തെ ശിക്ഷിക്കുകയാണ്. എങ്ങനെ, മൂപ്പര് ആ വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ശരീരാസകലം വെള്ളത്തിയാൽ കുളി നിർബന്ധം വീടല്ലോ, അങ്ങനെ എല്ലായിടത്തും വെള്ളത്തി. അതോടുകൂടെ മൂപ്പര് ആ കോട്ട് ആകണം നനഞ്ഞ, ഭയങ്കര കനയികര, ഉണങ്ങാൻ ഭയങ്കര പണിയാണ്. അങ്ങനെ ആ തണുപ്പത്ത് മൂപ്പര് അങ്ങനെ കയറിപ്പോയി വരികയ്ക്ക്. അങ്ങനെ ഒരാഴ്ചയിലധികം ആയിട്ടാണ് ഉണങ്ങിയിട്ടുണ്ടാണ്. ഈ തണുപ്പത്ത് ഈ നനഞ്ഞതിട്ട് അങ്ങനെ കോറി പിടിച്ച് ഇനി എനിക്ക് മടി ഉണ്ടാവുന്ന ഞാൻ കാണട്ടെ. സൂക്ഷ്മതന്റെ ഊക്കാണ്. അതാണ് പിന്നെ നമ്മൾ ഈ തഖ്വ പറയുമ്പോൾ ഹവാസുൽ ഹവാസ്, അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഒരു മഹാന്, അദ്ദേഹം നബി തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾ രാത്രി ഉണർന്നാൽ ഒളു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ കടന്നുകൊണ്ടിരുന്നു. അങ്ങനെ മൂപ്പര് ഉണർന്നു. ഒരാൾ ഈ സൂഫി ഉണർന്നപ്പോൾ സുന്നത്തെടുക്കാൻ വേണ്ടി പോയി. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഒളു കൊടുത്ത് വന്നാണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാണ്ട് കിടന്നു. ഉറങ്ങിയ ഉടനെ പിന്നെ ഉണർന്നു. ഉറക്കട് പിടിച്ചിട്ടുള്ളൂ, ഉറങ്ങി പറഞ്ഞാൽ ഉറങ്ങി. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഉറക്കായി ഉണർന്നു. അതിന് പിന്നെ സുന്നത്തെടുക്കാൻ പോയി. അങ്ങനെ സുബഹിന്റെ മുമ്പ് 40 സംഭവിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ എത്താതിനായിട്ടെന്നാല് മനുഷ്യന്മാരല്ലേ എന്നൊക്കെ പറയും. നമ്മളെ കൊണ്ട് കയ്യതൊക്കെ ചിന്തിക്കും. ഒരു വട്ടം തന്നെ മടിയേക്കാറ്. മൂത്രമൊക്കെ ഒഴിക്കാൻ വേണ്ടി 1-2 മണിക്ക് എഴുന്നേറ്റാണ്ട് ചിലപ്പോൾ അങ്ങനെ മനസ്സിലേക്ക് വരും, ഒരു തഹജ്ജുദ് നിസ്കരിച്ചാലോ, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ, അതാണ് മനസ്സിലേക്ക് അങ്ങനെ കയറാം. ഞാൻ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് ഏതായാലും നിസ്കരിക്കുന്നുണ്ട്, സുബഹി ഉണ്ട്, അതും ഇല്ലാത്ത പോലെ എത്ര ആൾക്കാരുണ്ട്. തഹജ്ജുദ് ഇപ്പോൾ സുന്നത്തല്ലേ ഉള്ളൂ, കിടക്കുക. അപ്പോൾ കിടക്കാൻ കുറച്ചും കൂടി ഒരു ആവേശം കൂടുതലേക്കാണ്. ആ 40 വട്ടം സംഭവിച്ചു എന്നുള്ള നോക്കി നിങ്ങൾ. അതാണ് അതായത് ഒരു മോമിനായ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഉണ്ട്. അതെന്താ നിങ്ങൾ, ഒന്ന് ലാഹിരിയുമാണ്, ഒന്ന് ബാത്തിനിയാണ്. ലാഹിരി എന്ന പ്രത്യക്ഷത്തിൽ കാണാം, ബാത്തിനി എന്ന പ്രത്യക്ഷത്തിൽ കാണൂല. ഏറ്റവും വലിയ അനുഗ്രഹം പറയാൻ കഴിയും ഏതാണ്? പ്രത്യക്ഷത്തിൽ കാണുന്ന അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ എന്താണ്? ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ പിൻപറ്റുക, അതാണ് അനുഗ്രഹം. അപ്പോൾ ഒരാള് എന്താ അങ്ങനെയുണ്ട്, റസൂലിന്റെ സുന്നത്തോ നല്ലോടക്കും, റസൂലിന്റെ സുന്നത്തോ എല്ലായിടക്കും, അതിന് ഭയങ്കര താല്പര്യം. ഇത് പ്രത്യക്ഷത്തിൽ കാണാം, ബാക്കിയുള്ളവർക്ക് മാതൃകയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ബാത്തിനിയായ, അത് ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പറയും, ബാത്തിനിയായ ഒരു അനുഗ്രഹമുണ്ട്, ആന്തരികമാണ്. എങ്ങനെ അല്ല, നബിയോട് ബന്ധപ്പെട്ട തന്നെയാണ്. ഒന്ന് ഇത്തിബാഉർ റസൂൽ, ആന്തരികമായത് മഹബ്ബത്തുർ റസൂൽ. ഇതെവിടെ വരുന്നത്? ഞങ്ങള് കഅബ് ഇബ്നുൽ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു വേദപണ്ഡിതൻ ഉണ്ടായിരുന്നു. അയാള് പിന്നെ ഞങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരാണെന്ന് നബിയോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരാണ്, മക്കളാണ്. അപ്പോളേ അള്ളാഹ് ഖുല്ലി കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരാണെങ്കിൽ, നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റൂ എന്ന് പറയൂ നബിയേ, എന്നാ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടണമെങ്കിൽ നബിനെ പിൻപറ്റണം എന്നുള്ള ആയത്തിന് ഇറങ്ങി. ആ ആയത്തിലാണിത് പറയേണ്ടത്. ഏറ്റവും വലിയ നിഅമത്ത് നബിനെ പിൻപറ്റുക. അതാണ് അത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണാം. ആ നബിയോട് അഗാധമായ സ്നേഹം, അതായത് മഹബത്തും അതുപോലെ തന്നെ മവദ്ദത്തും ഹുല്ലത്തും ഒക്കെ വിട്ടിട്ട് അതിന്റെ പാരമ്യതയിലെത്തുന്നൊരവസ്ഥ ഉണ്ട്. ഇഷ്ക് ഇതൊക്കെ തെക്ക് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും നോക്കൂ, അള്ളാഹു പറയാണോ, ജനങ്ങളെ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം. ആ പ്രയോഗം തന്നെ നോക്കി, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. എന്തിനാ നമ്മൾ ഇങ്ങനെ റബ്ബിനെ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ റബ്ബാണ്, നിങ്ങളെ പോറ്റി വളർത്തേണ്ടവനാണ്. നമ്മൾ കിഡ്നി ഇതിന് വേണ്ടി നമ്മൾ എല്ലാവരും പൈസ ഒന്നല്ല,
ആ സഹോദരനെ ഞാൻ മിഞ്ഞാന്ന് സംസാരിച്ചപ്പോഴേ ഇൻഷാല്ലാ അടുത്തുണ്ടാവും മാറ്റിവെക്കൽ. അപ്പോൾ ആ സഹോദരൻ പറയാണ് ആകെയുള്ളപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓൻ പറയണേ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല, നമുക്ക് കേട്ടാ പ്രയാസം. 1 ലിറ്റർ വെള്ളം ആകെ കുടിച്ചാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടല്ല ഇപ്പോൾ ചൂട്. നമ്മളൊക്കെ 1 ലിറ്റർ വെള്ളം ചിലപ്പോൾ ഒറ്റരിപ്പിന് കുടിക്കും. ഇപ്പോൾ ആകെ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം. ആ 1 ലിറ്ററിൽ ചോറിൽ ഉപയോഗിക്കേണ്ട കറിൻ്റെ വെള്ളം കൂടി എന്ത് ചെയ്യണം? പെടണം. ആലോചിക്കണം. ഈ കൊടും ചൂടിലാണ് നിങ്ങൾ ആലോചിക്കുക. അങ്ങനത്തെ ഒരു പ്രയാസം പഠിച്ചോ നമുക്ക് തരാതെ നമ്മളെ റബ്ബ് കാത്തല്ലേ അള്ളാഹ്. അപ്പം നമ്മൾ സഹായിക്കൂലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് മാറ്റിവെച്ച് റാഹത്തായി വന്ന ഈ ഇടങ്ങേറുന്ന രക്ഷപ്പെട്ടാണ് സഹോദരൻ. നമ്മൾ കഴിച്ചില്ലാവൂലേ ഇമേ? അൽഹംദുലില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അള്ളാഹ് പറയാണ് നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. റബ്ബാണത് ചെയ്തത്, റബ്ബാണ്. നമ്മളിനി ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ആലോചിക്കുള്ളല്ലോ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കളിയായിക്കാറല്ലോ. അപ്പോൾ ഈ സൈക്കിളുമേ പോയി സ്പീഡ് കൂടിക്കാണ്ട് അത് മതിലിന് ഇടിച്ച്, മതിൽ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഇവിടെ ഇടിച്ച് നല്ല പരിക്ക് പറ്റി. അങ്ങനെ ഒക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ല, ഒരു കണ്ണിന് കാഴ്ചയില്ല. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് വന്നു അത് ഒരു ഞരമ്പ് പറ്റ പോയിട്ടുണ്ട്, അതുകൊണ്ട് ചികിത്സ ഇല്ല. നിങ്ങളൊരു സമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളി, ചികിത്സ ഇല്ല, ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരു കോയമ്പത്തൂരൊക്കെ പോയി ഈ ആഴ്ച ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഒരു മരുന്ന് പോലും കൊടുത്തില്ല, മരുന്നില്ല. അവിടുന്ന് പറഞ്ഞത് തന്നെ ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ലാസ്റ്റ് എല്ലാവരും അങ്ങോട്ട് എത്തുക. എല്ലാവരും അപ്പോൾ ഞാൻ പറയുന്ന ഇതൊക്കെ ഇപ്പോൾ നല്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നും വില അറിയില്ല. ഈ റബ്ബ് എന്നുള്ള ആ പ്രയോഗം തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു സോപ്പിടലാണ്. അതായത് ഉള്ളു തട്ടിക്കുകയാണ് നമ്മൾ. ഉമ്മാൻ്റെ കുട്ടിയല്ലടാന്ന് അറിയുമ്പോൾ പറഞ്ഞാൽ കേൾക്കും. ആ പ്രയോഗം അങ്ങനെ എന്നതുപോലെ. അപ്പം നമുക്ക് സൂക്ഷിക്കാൻ തോന്നും, അതാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് പറയാണ് ആരാണ് ഈ റബ്ബ്? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒറ്റ ശരീരത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഒറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഒറ്റ ശരീരം. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മുഫസ്സിറുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ആ ഒറ്റ ശരീരത്തിൽ നിന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം. വഖലഖ മിൻഹാ. ആ ശരീരത്തിൽ നിന്ന് പിന്നെ സൃഷ്ടിച്ചു സൗജഹാ, അതിൻ്റെ ഇണയെ. അത് ഉദ്ദേശം ഹവ്വ ബീവിയാണ്. ഖുർആനിൽ നമ്മളിപ്പോൾ അറബി ഭാഷയിൽ സൗജ് സൗജത്ത്, ഭർത്താവിന് സൗജും ഭാര്യയ്ക്ക് സൗജത്തും പറയുന്നുണ്ടെങ്കിലും ഖുർആനിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞില്ല. ഖുർആനിൽ ഭാര്യയ്ക്ക് എന്തേ പ്രയോഗിച്ചിട്ടുള്ളൂ? സൗജ്. വിമർശകരൊക്കെ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. പെണ്ണിനൊരു സ്ഥാനമില്ല, അവള് വെറും ഭരിക്കപ്പെടേണ്ടവളാണ് എന്നൊക്കെ വെറുതെ പറയേണ്ടവരുണ്ടല്ലോ. ഇല്ല, സൗജ് എന്നാണ് രണ്ടാൾക്കും ഖുർആൻ ഉപയോഗിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്. സൗജാണ്, ഹവ്വ ബീവിയാണ് ഉദ്ദേശം. അവിടെ അതിൻ്റെ ചരിത്രം എങ്ങനെ വെച്ചാൽ പിന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ച് അദ്ദേഹത്തിന് അള്ളാഹു തആല ഒരു മയക്കം കൊടുത്തു. അതിങ്ങനെ ഉറങ്ങി. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാരിയലിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് വേദന കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നപ്പോൾ അദ്ദേഹം ഹവ്വ ബീവിനെ കാണുന്നത്. അങ്ങനെ പുരുഷന് സ്ത്രീയിൽ ഒരു പുരുഷൻ സ്ത്രീയെ ആകർഷിക്കുന്ന ഒരവസ്ഥ ആദ്യമായിട്ട് അള്ളാഹുവിലേക്ക് കൊടുത്തു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഇണയെ ഒന്ന് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹു തടഞ്ഞു. ആയിട്ടില്ല. അങ്ങനെ നിക്കാഹ്. ഇമാം സ്വാബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മഹ്ർ എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, അത് ആദ്യമായിട്ട് നിർവഹിച്ചാരാ? ആദം നബി അലൈഹിസ്സലാം. എന്താ മഹർ? റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. അന്ത്യപ്രവാചകന്റെ സ്ഥാനം അറിയിച്ചു. അതൊക്കെ നമ്മുടെ ഈ ചരിത്രം അറിയാത്തതുകൊണ്ടാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു ശിപ്പായിന്റെ റോളിൽ വന്നു എന്ന് കരുതരുത്. ആ സന്ദേശം എത്തിച്ചെന്ന് മൂപ്പരെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് കരുതരുത്. ആദിമ മനുഷ്യന്റെ ആദം നബിയുടെയും പത്നിയുടെയും വിവാഹത്തിന് മഹർ, അവർക്ക് ശേഷം ഒട്ടേറെ നൂറ്റാണ്ടുകൾക്കും ജനപദങ്ങൾക്കും കോടാനകോടി മനുഷ്യന്മാർക്ക് ശേഷം വരുന്ന ഒരു നബിയെ. അത് ഒരഭിപ്രായ പ്രകാരം ഇമാം സ്വാമി റഹിമഹുല്ലാഹ് പറയുന്നത് 3 സ്വലാത്തായിരുന്നു മഹർ എന്ന്. അല്ല, 17 സ്വലാത്താണെന്ന് അഭിപ്രായമുണ്ട്. 17 എന്താട്ടെ നമ്മൾ 17 റക്അത്തിന്റെ എണ്ണം, 17 സ്വലാത്ത്. അപ്പോൾ അതാണ് ഇതിൻ്റെ തുടക്കം. ആദം നബി അലൈഹിസ്സലാം
ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ ചരിത്രമൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി അൽ ബഖറയിൽ അത് സംബന്ധമായിട്ട് ഓല് അവിടുന്ന് പഴം തിന്നതും ഇറക്കിയതും ആയതൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കണം. അവിടെ വരുമ്പോൾ നമുക്ക് പറയാം. വീണ്ടും അല്ലാഹു പറയാണ് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവരിൽ നിന്ന് ധാരാളം ആണിനെയും പെണ്ണിനെയും എന്ത് ചെയ്തു അല്ലാഹു തആല പിന്നെ വ്യാപിപ്പിച്ചു. അവരിൽ നിന്നാണ് പിന്നെ സർവ്വ ആണുങ്ങളും പെണ്ണുങ്ങളും ലോകത്തുണ്ടാകുന്നത്. ഈ കറുപ്പും വെളുപ്പൊക്കെ വരാനുള്ള കാരണം അതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അതിന് അല്ലാഹു ഉപയോഗിച്ച മണ്ണ് വ്യത്യസ്തമായ മണ്ണുകളായിരുന്നു, പല ഭാഗത്തുനിന്നുള്ള. അതാണ് അവിടെ കണ്ടത്. എന്നിട്ടുള്ളൊരു പ്രയോഗം നോക്കൂ, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അള്ളാനെ കൊണ്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്, മുൻനിർത്തി ചോദിക്കുന്നത്, ആ അള്ളാനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. വല്ലർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിച്ചോളൂ. ഏത് റബ്ബിനെയാണോ മുൻനിർത്തിയാണോ നിങ്ങൾ ചോദിക്കേണ്ടത്, ആ റബ്ബിനെ സൂക്ഷിക്കണം. തഖ്വനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു. കുടുംബ ബന്ധം സൂക്ഷിക്കണം. ഇവിടെ വലിയൊരു വിഷയം എന്താ അറിയാം, ഇതിപ്പോ ഏതുപോലെ അറിയോ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹിനോട് റസൂലിനോട് ചേർത്തി പറയും. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹ്ക്ക് വഴിപ്പെടാൻ, റസൂലിനോട്. ഈ വേറെ ആയത്ത് എങ്ങനെയാണ്, അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുവിൻ, അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുവിൻ. അവിടെ രണ്ടും ഒപ്പ പറയാം, ഇരട്ടകളെ പോലെ. അനിഷ്കുർലി വലിവാലിദൈ, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. അവിടെ മാതാപിതാക്കളെ ചേർത്തിയിട്ടാ പറഞ്ഞത്. അതാ വിഷയത്തിന്റെ ഗൗരവമാണ്. അമ്മാക്കും വാപ്പാക്കുള്ള മഹത്വം അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന പോലെ ഓൽക്കും നന്ദി ചെയ്യണം. പിന്നെ പറയേണ്ടതോ അവസാനം ഇപ്പൊ ഈ ആയത്തിൽ പറയുന്നതോ, ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, ഏതൊരല്ലാനെ മുൻനിർത്തിയാണോ ചോദിക്കുന്നത് അവനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം. അപ്പൊ അള്ളാനെ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, മറ്റൊരർത്ഥത്തിൽ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്നാണ്. റഹ്മെന്ന് വന്നാണ് ഗർഭപാത്രം. ഇനി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർശിന്റെ താഴെ അള്ളാഹുവിന്റെ അർശിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒന്നാണ് ഏത്, ഈ റഹിം എന്ന് പറഞ്ഞത്. കുടുംബബന്ധം എന്നുള്ളത് അള്ളാന്റെ അർശിൽ ബന്ധിക്കപ്പെട്ടതാണ്. അള്ളാഹു അതിന് സംസാരശേഷി നൽകുന്നതാണ്. അങ്ങനെ അത് പറയാത്രേ, എപ്പോഴും പറയും. എന്താണ്, അള്ളാന്റെ അർശിൽ ബന്ധിക്കപ്പെട്ട റഹ്മ് പറയുന്ന എന്താണ്, റഹിമ് കുടുംബബന്ധം എന്നുള്ള ഈ സംവിധാനം പറയുന്നത്. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ ആരെങ്കിലും ചേർത്തിയാൽ അവനെ അള്ളാഹു റഹ്മത്തിലേക്ക് ചേർത്തും, എന്നെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ റഹ്മത്തിലേക്ക് അള്ളാഹും റഹ്മത്തും മുറിച്ചു കളയും. കുടുംബബന്ധം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഈ അടുത്ത് ഒരു ഭാര്യ ഭർത്താവും വന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. ഒരു തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഏതായിരുന്നാലും ഓല് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോ പിന്നെ ഭർത്താവിനോട് പറയാണ്, ഓളെ മുന്നിൽ തന്നെ ഓള് നിങ്ങളെ നാവുകൊണ്ട് കേട്ടോട്ട് എഴുതിയിട്ടാണ് ഞാൻ പറയേണ്ടത്, ഭർത്താവിനാണോ മകൾക്കാണോ ഓള് കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്? മനസ്സിലായി, ഇതെന്തോ കെണിയാണെന്നറിയാം. അപ്പൊ മൂപ്പരും മോളായിട്ടും പ്രശ്നമാണ്. ഇമ്മാർക്ക് പിന്നെ വല്ല പ്രശ്നം തെറ്റിയാലും വേണം നന്നാവും, ചിലപ്പോൾ ഓൽക്ക് പെറ്റതല്ലേ. അപ്പോ ഇയാളെ വാദം എന്താണ്, മകളേറ്റും ഇയാൾക്ക് ബന്ധമില്ല, അതിനുള്ള കുറെ കാരണങ്ങളുണ്ട്, ഓളും ബന്ധപ്പെടാൻ പാടില്ല എന്നാണ്. ഓള് പറയുന്നത് ഇച്ചിന്റെ കുട്ടീനോട് ബന്ധപ്പെടാക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഇയാൾ ഇന്നെ കൊടുക്കുകയാണ്. എന്ത്, ഭർത്താവിനാണോ മകൾക്കാണോ കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്? നിങ്ങളെ നാവുകൊണ്ട് ഓളൊന്ന് കേട്ടോട്ട് എഴുതിയിട്ട് ഓളിയും കൊണ്ടുവന്നത് ഈ ആയിട്ടുണ്ടായതാ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് അറിയാലോ കുറെ കേട്ടോണ്ടേ അറിയത് എടുക്കേ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഭർത്താവിനുള്ള ഉണ്ടാവും, മകൾക്കുള്ള ഉണ്ടാവും. രണ്ടും രണ്ട് രീതിക്കാണ് അല്ലേ, രണ്ടും രണ്ട് രീതിക്കാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് ചില ഹക്കുകളുണ്ട്, മക്കളോടുണ്ട്.
ഈ രണ്ടിൽ ഏതിനാ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിനാണ്. ഇത് കേട്ടില്ല പറ്റി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ചാടിയിട്ട് ഞാൻ ബാക്കി കൂടി പറയാൻ കിട്ടണ്ടേ, ഞാനതിൻ്റെ മസാല പറയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അപ്പോൾ പിന്നെ സ്വന്തം മക്കളല്ലേ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്, തീരണം. അപ്പോൾ ആ താത്ത പറയാണ്, അതാ ഉസ്താദേ ഞാൻ പറയണ്ടേ, അവനാൻ്റെ മക്കളല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നായിക്കോട്ടെ ഉസ്താദേ, ഞങ്ങൾ പറയും പോലെ മകളേറ്റും പ്രശ്നങ്ങൾ നന്നായിക്കോളാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എൻ്റെ പെങ്ങളോട് ഓള് തെറ്റിയിട്ട് 20 കൊല്ലമായി. ആ ഓള് നന്നാകുമോ നിങ്ങൾ ചോദിച്ചു നോക്കി. അത് നന്നാകുകയാണെങ്കിൽ ഞാൻ എൻ്റെ മകളുടെ പ്രശ്നം ഞാൻ തന്നു, ഓളിഞ്ഞിൻ്റെ മകളോടൊക്കെ പോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, ഞാനൊരു പ്രശ്നമാക്കൂല. പക്ഷെ എന്ത് വേണം, എൻ്റെ പെങ്ങളോട് ഓള് തെറ്റാണ്, ഓള് തെറ്റാണെന്ന് മാത്രമല്ല എൻ്റെ പെങ്ങളോടക്ക് ഞാൻ പോകാൻ പാടില്ല എന്നാണ് ഓളെ നിയമം. അപ്പോൾ ഞാൻ ആ താത്തനോട് ചോദിച്ചു, ഓള് നമ്മൾ പിന്നെ ഓഫീസിനോട് വന്നിരിക്കുകയാണ്, പ്രശ്നം തീർക്കണ്ടേ. ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അതിലെ ചുണ്ടിന് നൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചു, അത് 20 കൊല്ലം മുമ്പേ ഇവളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവർ രണ്ടാളും കൂടി നാത്തൂൻ്റെ അടുത്തേക്ക് പോയതാണ്, അതായത് പുതിയാപ്പളുടെ പെങ്ങളുടെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ ഓള് ചായക്ക് എന്തൊട്ട് തന്നു, അത് കൈവശമാണ്, അതുകൊണ്ടാണ് പോകാത്തത്, അതുകൊണ്ടാണ് തെറ്റിയത്. അപ്പോൾ ഇയാൾ അവരെ പാൽപ്പൊടിയാണ് ഉസ്താദേ, സത്യമാണ് പറയുന്നത്, പാൽപ്പൊടി ഇട്ടതാണ്. അങ്ങനെ അവസാനം പിന്നെ ഞാൻ വല്ലാതെ വയൽ പറഞ്ഞപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മളെ വാശിയും കാര്യങ്ങളൊക്കെ തീരും. ഒരു അറ്റാക്ക് ഉണ്ടായ കഴിഞ്ഞൊക്കെ ഒരു നൂൽപ്പാലത്തിലുള്ള പോക്കാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്, നന്നായിക്കോട്ടെ. ഈ ബന്ധങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ടേ വെറുതെ ബന്ധങ്ങൾ മുറിക്കുക. ഓരോ തെറ്റിദ്ധാരണകളാണ്, എല്ലാവർക്കും കൈവശമാണ്. കൈവശമില്ല എന്നല്ല, ശനിയത് മുഴുവൻ കൈവശമാക്കിയാണ് വെറുതെ കുടുംബ ബന്ധങ്ങളാകെ ഇല്ലാതാക്കുക. പഠിച്ച എന്നാൽ വലിയ ഭയങ്കര കയ്യും മരുന്നൊക്കെ ഉണ്ടേ, ദിക്റിലുണ്ട് സാധനം. ഇതിങ്ങനെ ചൊല്ലിയിട്ടെന്താ, അടിസ്ഥാനപരമായി വേണ്ടേ, അല്ല എന്താ. ഞാനിത് പറയാട്ടോ, പഠിച്ചനെ അല്ല നോക്കുങ്ങൾ അർശന്തേ ഈ സംവിധാനം പറയാണ്, മൻ വസലനി വസലഹുല്ലാഹ്, എന്നാരെങ്കിലും ചേർത്തിയാൽ അല്ല റഹ്മത്തിലേക്ക് അവനെ ചേർത്തത് കട്ട് ചെയ്താലോ ഖതഅഹുല്ലാഹ്, മുറിക്കും അല്ലാഹു. നമ്മൾ കാരണത്താൽ ഒരു ബന്ധം മുറിയരുത്. നമ്മൾ എത്ര വിളക്കി ചേർക്കാൻ ശ്രമിച്ചിട്ടും വേറൊരു കൂട്ടർ മുറിക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല, നമ്മളതിന് കുറ്റക്കാരല്ലല്ലോ. ഒരിക്കലും ദുന്യാവിന്റെ കാര്യത്തിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ കേട്ടോ, മറ്റുള്ള കാര്യത്തിൽ. ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അത്രക്കും പ്രധാനപ്പെട്ട, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരുപാട് ആയത്തുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറയേണ്ട കൂട്ടത്തിൽ എന്തിനാണ് അള്ളാഹു താല ഈ കുടുംബ ബന്ധം ചേർത്ത് അങ്ങനെ പറയേണ്ടത്? ദാനധർമ്മം ചെയ്യുമ്പോൾ കുടുംബത്തിനെ കൂടുതൽ പരിഗണിക്കാൻ പറയേണ്ടത് എന്തിനാണ്? അതിലൊരു ഹിക്മത്തുണ്ട്, 2 കൂലിയാണ്. ഒന്ന് ദാനധർമ്മം ചെയ്ത കൂലിയും കിട്ടും, ഒന്ന് കുടുംബ ബന്ധം ചേർത്തിയ കൂലിയും കിട്ടും. എന്തിനാ നമ്മൾ കളയുന്നത്? മാത്രമല്ല കുറഞ്ഞ കാലത്തെ ജീവിതമാണുള്ളത്, അത് നമ്മൾ നല്ല റാഹത്തിലാണ്. നമ്മളെ ഖുർആൻ ക്ലാസ്സിനൊന്നും വരുന്നവര് ആരും ഒരു നിലക്കും നമ്മളെ ഭാഗത്തുനിന്നൊരു പിണക്കം വേണ്ട. ഇനി കൂടുതൽ ബന്ധത്തിനൊന്നും പോയില്ലെങ്കിലും തെറ്റിയിട്ടില്ലാന്ന് വരുത്തിയാൽ മതി. അങ്ങനെയുണ്ടല്ലോ, മറ്റുള്ളവരുടെ നന്നായിക്കൊള്ള. ചിലപ്പോൾ വലിയ ബന്ധത്തിൽ പോയാൽ കളിക്കാരൻ ഹൈറ് പോയാൽ പിന്നെയും തെറ്റും. ഞാനൊരു മസ്ലഹത്താക്കാൻ പോയി, 2 വയസ്സന്മാരാണ്, പേരും തെറ്റെന്നോട് മക്കൾ പറഞ്ഞാണ്, നിങ്ങളൊന്ന് പറയട്ടെ എന്താ അങ്ങനെ ആയാൽ കാട്ട. അങ്ങനെ ഞാൻ ഒരേ 2 ഒന്ന് നന്നാക്കാൻ പോയി. 2 മച്ചുടിയന്മാരാണ്. ഏതായാലും ഒരു നന്നായി. അവസാനം സലാം പറഞ്ഞിന് കിട്ടി എനിക്ക്. ഞാൻ ഒരാളോട് പറഞ്ഞു, അലല്ലായിരിക്കാണ് ഓരോണ്, നിങ്ങൾ സലാം പറഞ്ഞാണ്, ഓ അങ്ങോട്ട് പറയട്ടെ എന്ന് പറയാമോ എന്ന് പേടിച്ചിരിക്കേന് ഞാൻ. അപ്പോൾ മറ്റേ അങ്ങനെ പറഞ്ഞാൽ തീരൂലല്ലോ. അതിൽ ഭാഗ്യത്തിന് ഇയാൾ അസ്സലാമു അലൈക്കും എന്നാണ് മറ്റേ കൈ പിടിച്ചുകൊണ്ട്, വഅലൈക്കും അസ്സലാം. അതിൽ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തോ വേണ്ടില്ല, എനിക്ക് അയിമ നിർത്തിക്കാണ്ട് പോന്നാൽ മതിന്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഇപ്പം എത്ര സന്തോഷമായി. ഞാൻ അങ്ങനെ പറഞ്ഞേ, എത്ര സന്തോഷമായി, ഇപ്പം നിങ്ങൾ അസ്സലാമു അലൈക്കും എന്നാണ് മൂപ്പരും മടക്കി. അതിൽ ഇയാൾ അറിയാണ് ഞാൻ ഇത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇപ്പം എന്ത് സന്തോഷമായി. അപ്പോൾ ഇയാൾ അറിയാം, ഈ കുതിരനോട് ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ സലാം, അങ്ങനെ തന്നെ ഈ കുതിരനോട് ഞാൻ ഇന്നാൾ സലാം പറഞ്ഞാണ്. അപ്പോൾ അയാൾ ചെന്നട പറഞ്ഞു ചോദിച്ചു. പിന്നെ അതാ കൊച്ചപ്പാട്. എന്നിട്ട് ഇവര് മക്കള് പെരുഞ്ചെറി അമ്മാതിരി പടലാവട്ടതേ വയസ്സായിക്കണേ. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. കുറേ നിസ്കരിച്ചാന്നല്ല കേട്ടോ, നിസ്കരിച്ചാന്നല്ല, കുറേ സ്വലാത്തല്ല,
ഉള്ള നമ്മൾ കണ്ടത് മുഴുവൻ ചെല്ലേണ്ടവരുണ്ട്, ഉള്ള സ്വലാത്തുകൾ മുഴുവൻ ചെല്ലുക. അതൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാതിരി പിരാന്താക്കണ്ട, ഒക്കെ ഒരു പാകത്തിന് മതി. ഉള്ളത് ക്ലിയറാക്കി ഇങ്ങനെ പോയാൽ മതി, ഉള്ളത് ക്ലിയറാക്കി പോയാൽ മതി. അടിസ്ഥാനപരമായി വേണ്ട പ്രധാനപ്പെട്ട കാര്യമായത്, പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ പിന്നെ അള്ളാഹു പറഞ്ഞ സൽസ്വഭാവത്തെ പറ്റി പറഞ്ഞ് നബിയെ പ്രകീർത്തിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഉഹദ് കഴിഞ്ഞ് പോരുമ്പോൾ നബിൻ്റെ ആ സ്വഭാവം കാരണം അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിൻ്റെ ഒരു കാരണം വഹ്ശ് റളിയല്ലാഹു അൻഹു നബിൻ്റെ അരികെ വന്നിട്ട് എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. അതിന് മുഫസ്സിറുകളൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആൻ പറയാണ്, നിങ്ങളെങ്ങാനും നബിയെ ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ജനങ്ങൾ അങ്ങയുടെ ചുറ്റുഭാഗത്തുനിന്ന് അകന്നേനെ. നബിൻ്റെ സ്വഭാവം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയേണ്ട ആരാണ്? റസൂലുള്ളാഹിന്റെ പിതൃവിനെ അത്രയും ക്രൂരമായിട്ട് കൊന്ന ആളാണല്ലോ വഹ്ശ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബിയായി. പക്ഷെ അത്ര ക്രൂരത കാണിച്ച അദ്ദേഹം നബിയുടെ അരികെ വന്നിട്ട് ചോദിക്കുന്നത് തൗബ ഉണ്ടോ? നബി എല്ലാം വിട്ടു. പിന്നെ എങ്ങനെ തികട്ടി വന്നോ? ഇല്ല, വന്നില്ല, ഒന്നും കാണിച്ചില്ല, സ്വീകരിക്കുന്നതാണ്. അതാണ് പ്രകീർത്തിച്ച് പറയുന്നത്. ആ സ്വഭാവമൊക്കെ നോക്കി നമുക്ക് വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തീരെ തയ്യാറാവില്ല പലപ്പോഴും. അതുകൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും. ഞാൻ എൻ്റെ സഹോദരിമാർ, നിങ്ങൾക്ക് അതിൽ നല്ല റോളുണ്ടെന്മാരെ, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ ഇനി എന്തേലൊക്കെ മാനുഷികമായിട്ട് ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ തെറ്റി കുടുങ്ങിയാൽ ആദ്യം കൊണ്ടുണ്ടോൽക്കാനുള്ള കൂലി, ആ കൂലി ഇട്ടാൻ വേണ്ടി തെറ്റും ചിലപ്പോൾ നമ്മൾ. അല്ല, അങ്ങനെ നബി പറഞ്ഞല്ലോ, ആദ്യം മുണ്ടുണ്ടോൽക്കാണ് കൂലി. സലാം ആദ്യം പറയേണ്ടവർക്ക് കൂലി പറഞ്ഞായിരിക്കും. എന്താ കാരണം? ആദ്യം മുണ്ടാനാ മടി, അഭിമാനം സമ്മതിക്കൂല, ദുരഭിമാനാണ്. ശരിക്കൊരു അഭിമാനിയുടെ ലക്ഷണം എന്താ? ഒരു അഭിമാനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? മുണ്ടും. കാരണം ഇവിടൊക്കെ ഇങ്ങനെ ഒച്ചിമ്പുളിയായിട്ട് പോവുകയും മയ്യത്തിന് മുന്നിൽ വെച്ച് പറയാൻ അവസരം കൊടുക്കണ്ട. അങ്ങനെയുണ്ടല്ലോ, പൂവല്ല റാഹത്തായിട്ടാണ് പോയാൽ ആർക്കൊരു കറയില്ലാതെ പരമാവധി ശ്രദ്ധിക്കാം, പരമാവധി. പിന്നെ ദീനിയായ വിഷയങ്ങളിൽ ആരെങ്കിലും വെറുപ്പായി നമുക്ക് പ്രശ്നമില്ലല്ലോ, നമുക്ക് കൂലിയല്ലേ കിട്ടുള്ളൂ. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നമ്മളോട് ആരെങ്കിലും തെറ്റുകയാണെങ്കിൽ തെറ്റിക്കോട്ടെ, എന്നാലും നമ്മൾ അങ്ങോട്ട് തെറ്റണില്ല. പിന്നെ ചിലരോടൊക്കെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകലം പാലിക്കാൻ പറഞ്ഞ ഏതാനും വിഭാഗമുണ്ട്. ഒന്ന് പിശുക്കനാണ്, അത് തെറ്റിയതുകൊണ്ടല്ല. എന്താ പിന്നോടൊരു മൈൻഡ് കമ്മിയുണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട് ഈ കാര്യം തിരുത്താൻ വേണ്ടിയിട്ടാണ്. ബഖീൽ. മറ്റൊന്ന് പിന്നെ നിഫാഖുള്ള ആളാണ്. ഊർജ്ജം മുനാഫിക്ക് ആകൂല എന്ന അതേ സമയത്ത് പിന്നെ നിഫാഖിന്റെ എല്ലാ പണിയുണ്ടാവും, അകലം പാലിക്കണം എന്നാണ്. പിന്നെ ഹദീസിലുള്ളത് അഹ്മക്കാണ്, ഹംകു അല്ല, അഹ്മക്ക്. ഹംക്കാണ് എന്താ? വിവരദോഷി. അതിന്റെ ടോപ്പിലുള്ള ആളാണ്, അവന്റെ മൂത്താപ്പയാണ് ആര്? അഹ്മക്ക്. ഇത്ര വലിപ്പണ്ടല്ലോ അഹ്മക്കെ, അറിയില്ല നമ്മള് ഒട്ടപ്പോയത്തും കാണിച്ചാ ഓല് ചിലപ്പോൾ നമ്മളെ കെണിപ്പെടുത്തും. അതുകൊണ്ടാണ് പിന്നെ അകലം പാലിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ച ആരങ്ങള് കുടുംബ ബന്ധം മുറിക്കുന്നവനോട് നിങ്ങൾ അകലം പാലിച്ചോളൂ. ഒരു ബഹിഷ്കരണം പോലെ. എന്താ അതിന്റെ കാരണം? ഈ കുടുംബ ബന്ധം മുറിക്കുന്ന ആൾക്കൊരു സ്വഭാവം ഉണ്ടാവും. എന്താ പറയുക? ഓല് നമ്മളെ നല്ല സുഹൃത്തുക്കളെയും മറ്റും ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് തെറ്റിക്കും, ഇല്ലാത്ത പറഞ്ഞ് തെറ്റിക്കും. ബന്ധങ്ങൾ മുറിക്കും. നല്ല നല്ല ബന്ധം ഉണ്ടാവും, നല്ല ബന്ധം, അതിൽ അസൂയുള്ളവരുണ്ടാവും. അതിനെ മുറിക്കാൻ ഏതൊക്കെ ഐഡിയ പ്രയോഗിക്കാം? അപ്പോൾ ഓരോ സ്വഭാവം ഇങ്ങനെ കാണിക്കുന്നതാണ്. ഖാത്തിയൂർ റഹീമിനോട് എന്ത് ചെയ്യണം? അകലം പാലിക്കണം എന്ന് ഹദീസിലാണ്. അങ്ങക്കറിയില്ല, കഅബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പോകാത്തതിനോട് ബഹിഷ്കരണം വന്ന് പക്ഷം പുറത്തെടുത്തപ്പോൾ ബഹിഷ്കരണം 1.5 മാസത്തിന് ശേഷം പിൻവലിച്ച് അതൊക്കെ സംഭവിച്ചതല്ലേ. എന്നതുപോലെ അകലം പാലിക്കണം എന്നാ, വല്ലാതെ അടുക്കണ്ടട്ടോ സഹവസിക്കണ്ടട്ടോ, അത്രക്കും പ്രശ്നമാണെന്നാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിലും അല്ലാഹു തആല എങ്ങനെ പറഞ്ഞത്? ഏതൊരു അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നോ അവനെയും അതുപോലെ നിങ്ങൾ കുടുംബബന്ധത്തെയും സൂക്ഷിച്ചോളൂ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളുടെ മേലിൽ തീർച്ചയായും റഖീബാണ്. റഖീബ് പറഞ്ഞാൽ തന്നെ നിരീക്ഷകൻ എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് അള്ളാഹുവോട് വളരെയധികം അടുത്ത് ഓരോ ഗാനം കഴിച്ചു കൂട്ടുന്ന വലിയൊരു മഹാന്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഒന്ന് പിന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാരോടും ഓരോ കോഴിയെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയിക്കോളൂ,
ആരും കാണാതെ എല്ലാവരും അവനവന്റെ കോഴിയെ അറുത്തിട്ട് തോലൊക്കെ കീഴ്ച ഇറച്ചിയാക്കിയിട്ട് വെട്ടിയിട്ട് കൊണ്ടുവരുമായിരുന്നു. എല്ലാവരും പോയി. ഒരു ശിഷ്യനൊഴികെ എല്ലാവരും എന്ത് ചെയ്തു? ഒറ്റക്ക് പോയിക്കാണ്ട് മാറി നിന്നാണ്ട് അതിനെ ശരിയായ രൂപത്തിൽ അറുത്ത് ഇറച്ചിയാക്കി കൊടുന്നു. ഒരു ശിഷ്യൻ മാത്രം എന്ത് ചെയ്തിട്ടില്ല, ആ കോഴിനെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല എന്താ അത് അറുത്തിറച്ചിയാക്കാതിരുന്നത്? അപ്പോൾ ആ ശിഷ്യൻ പറയാണ്, അങ്ങ് പറഞ്ഞത് ആരും കാണാതെ അറക്കണം എന്നാണ്. ഇവിടുന്ന് പോയിന്റെ ശേഷം ഞാൻ ചിന്തിച്ചത്, റബ്ബ് കാണാതെ ഇപ്പോൾ നടക്കൂലല്ലോ, അവനെ ഏൽപ്പിച്ച മലായിക്കത്ത് കാണാതെ ഇത് നടക്കൂലല്ലോ, അത് അറക്കാതെ പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഒന്ന് പരീക്ഷിച്ചതാണ്. അവിടെ റഖീബ് പറയുന്നത്, അള്ള നിരീക്ഷകനല്ലേ, ഓന്റെ റഡാറിൽ പതിയാത്തൊന്നുമില്ലല്ലോ. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ പ്രശ്നമില്ല. ഏത് ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഹജ്ജ് വേളയിൽ മിനായിൽ ഈ സാൻഡ്വിച്ചിന്റെ കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ, ക്ലാസ്സിന് വേണ്ടി ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഈ കച്ചവടം നടക്കുമ്പോൾ പിന്നെ രണ്ടാളെ നല്ല പെരുമ്പുടുത്തം വിട്ട കച്ചവടക്കാരൻ. അപ്പൊ രണ്ടാളെ ശമ്പളത്തിൽ നിർത്തിയിരിക്കേണ്ടത് ജോലിക്കാർ റിയാല് വലിച്ചിട്ടുണ്ട് നോക്കാനാണ്. അതിന് മൂപ്പര് കാരണം പറഞ്ഞെന്താ വെച്ചാല്, ഒരുത്തനെ പിടിച്ച പോലെ ഒരിക്കൽ. അപ്പൊ ഇവൻ 500 റിയാല് ഇടക്കിടക്ക് ഒരു സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ വെക്കും. അതങ്ങനെ മാറ്റിയേക്കും. എന്നിട്ട് ഇവർക്ക് തിന്നാന് ഭക്ഷണത്തിന്റെ ടൈമിൽ ഇവർക്ക് വേണ്ടത് തിന്നാലോ, അപ്പൊ ഈ സാൻഡ്വിച്ച് എടുത്താണ് പോകും. എന്നിട്ട് അതിന് ആ റിയാൽ എടുത്തുകാണ്ട് സാൻഡ്വിച്ചിന്റെ ഉള്ളിലൊക്കെ റിയാലൊക്കെ എവിടുന്ന് മിനിന്ന് പടച്ചു. അവിടെ അല്ല കല്ലേറ് നല്ലതായി മറ്റേയാളെ. നിങ്ങൾ ആലോചിച്ച് ഓനൊക്കെ ഇപ്പോൾ ഓനൊരു അജ്ജ ചെയ്യാൻ അവസരം കിട്ടിയാണ്ട് ഓൻ കല്ലേറിന് പോയാൽ ശൈത്താൻ പറയും നമ്മൾ തമ്മിൽ വേണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് വഞ്ചന. കണ്ടോളി നിങ്ങൾ, വളരെ ഐഡിയ പൂർവ്വമാണ് ഈ വെക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇവിടെ കൊടുത്തൊരു പിടിച്ചിലുണ്ടാവും. ബദർ ബേക്കറി ഉണ്ടല്ലോ സൗദിയിൽ അറിയപ്പെട്ടെ, അതിൽ എൻ്റെ ജ്യേഷ്ഠുണ്ട്. അപ്പോൾ ഒരാൾ ജോലി നിർത്തി 10 രൂപ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ മുതലാളിനോട് പുറത്തരണം എന്നാണ് പോലെ മൂപ്പര് പറഞ്ഞ പോലെ, ഇവിടുന്ന് പെപ്സി കുടിച്ചത്, അത് കുടിച്ചത്, റൊട്ടി തിന്ന് ഒക്കെ പുറത്തു, പക്ഷെ പൈസ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ അവിടുന്ന് പിടിച്ചു തന്നോ, റിയാലെടുത്ത് അവർക്കുലാർന്നോ. അവ അള്ള റക്കീവാണെന്ന് ഓർത്താൽ ഒരു വിഷയമില്ല, അല്ലെങ്കിൽ ആൾക്കാർ വഞ്ചന കാണിക്കും. നീ ഒറ്റായത്തും കിട്ടും. അതിന് അർത്ഥം നിങ്ങൾ യതീമുകൾക്ക് മുതൽ കൊടുക്കുക. യതീമുകൾക്ക് അവരെ മുതൽ നിങ്ങൾ കൊടുക്കണം. ഇത് എന്താ ഇറങ്ങാൻ കാരണം എന്ന് അറിയാൻ നേരത്തെ പറഞ്ഞല്ലോ, യതീമുകളുടെ മുതൽ ഓരോ സംരക്ഷകരാണെന്ന് പറഞ്ഞ് പിടിച്ചേക്കും. ഓല് പ്രായപൂർത്തിയാവട്ടെ, പക്വതത്തെ എന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് പിടിച്ചേക്കും. ചിലർ തീരെ കൊടുക്കൂല, ചിലര് ആ ഘട്ടത്തിൽ നല്ലോണം വലിക്കുമായിരുന്നു. കാരണം കുട്ടികൾക്ക് കഥയില്ലല്ലോ എന്ന് കേട്ടിട്ട്. അങ്ങനെ ചെയ്യരുത്. അവർക്ക് അവരുടെ ധനം നിങ്ങൾ കൊടുക്കണം. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നല്ലതിനോട് വൃത്തികെട്ട ദിനങ്ങൾ പകരമാക്കാൻ പാടില്ല. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നല്ലതിന് പകരം ചീത്ത കൊടുക്കരുത്. നല്ലതിന് പകരം നിങ്ങൾ ചീത്ത പകരമാക്കരുത്. വലാ തൗകുലു അംവാലഹും ഇലാ അംവാലിക്കും, യതീമുകളുടെ ധനത്തെ നിങ്ങളുടെ ധനത്തിലേക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ഭക്ഷിക്കരുത്. ഇന്നഹു തീർച്ചയായിട്ടും അത് വൻ പാപമാകുന്നു. ഹൂബ്, അത് ഭയങ്കര കുറ്റാട്ടോ, ഭയങ്കര കുറ്റാണ്. ഇത് ഭയങ്കര സംഭവമാണത്. ഈ ആയത്ത് നിസാ സൂറത്തിൽ ഈ ആയത്തിറങ്ങിയതിന് ശേഷം യതീമുകളെ നല്ല രൂപത്തിൽ നോക്കുന്ന സ്വഹാബിമാർ, അതായത് വളരെ ശ്രദ്ധയോടുകൂടെ നോക്കുന്ന സ്വഹാബിമാര് നബിയോട് വന്നിട്ട് പറഞ്ഞു, എന്താ നബി ഞങ്ങൾ ചെയ്യുക? ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയൂലട്ടോ. ഒരു തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഓർക്ക് പേടിയായി, ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മളിപ്പോൾ മാറിക്കാൻ പാടില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ അമാനത്തായിട്ട് പല ഉത്തരവാദിത്തങ്ങളും, നമുക്കൊരു പള്ളി കമ്മിറ്റി, നമ്മൾ പ്രസിഡന്റാണ്, സെക്രട്ടറി, വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ഒരു മഹലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്വം അതിനെപ്പറ്റി പഠിച്ചോൻ ചോദിക്കേണ്ടൊക്കെ പാടെ ആലോചിച്ചിട്ട് നമ്മളെല്ലാവരും മാറിയെന്നത് നടക്കൂല. അപ്പൊ പിന്നെ മാക്സിമം നമ്മൾ കയ്യും പോലെ ശ്രദ്ധിച്ച് 100ക്ക് 100 കഴിയൂല. ഭയങ്കര ഉത്തരവാദിത്തമാണ്. ചിലർ പറയും കമ്മിറ്റിക്കാർക്ക് ആകെ ഒരു ശമ്പളം കൊടുക്കല്, ഹൗദിൽ വെള്ളം നിറക്കല് മാത്രമേ അറിയുള്ളൂ എന്ന് പറയും. അങ്ങനെയും പറയാൻ പാടില്ല. അത് വലിയൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ
ശമ്പളം എണ്ണി കൊടുക്കുക എളുപ്പമുണ്ട്, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വലിയ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഓലെ വീട്ടിലേക്ക് വിരിക്കാൻ തോന്നിപ്പോൾ ഒരു സംഖ്യ കൂട്ടണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊന്നും ചെറുതാക്കേണ്ട, അതൊക്കെ വലിയ സംഗതികൾ തന്നെ ഓരോന്നും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ പാടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറിക്കും. ഇതിൻ്റെ ഇത് കേട്ടപ്പോൾ, അതായത് നിങ്ങൾ ഒരിക്കലും കൂട്ടിക്കലർത്താൻ പാടില്ല, നിങ്ങളെ മുതലിനോട് കൂടെ അവരെ മുതൽ കൂട്ടരുതെന്നൊക്കെ പറയുമ്പോൾ യത്തീമിനെ സംരക്ഷിക്കുമ്പോൾ മിക്കവാറും ചിലപ്പോൾ എന്ത് ചെയ്യും, യത്തീമിനെ ആരെങ്കിലും മാങ്ങ കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കഷ്ടം ചിലപ്പോൾ ഇയാളും തിന്നുന്നുണ്ടാവും. പറഞ്ഞത് കുട്ടികളൊക്കെ ഇല്ല എന്നീ കാരണം സ്വഹാബത്ത് അങ്ങനെ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? മാങ്ങാൻ പറഞ്ഞാണ്. വേറെ ചില വിഷയങ്ങൾ തുറന്നു വരുന്ന ആയത്തുകളിൽ നമുക്ക് പറയാം. അപ്പോൾ യത്തീമിനെ പറ്റി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, യത്തീമുകൾ അല്ലാഹു തആല അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു യത്തീമായ കുട്ടിയെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി ഒന്നും ഉണ്ടാവില്ല, അവരങ്ങനെ ചെയ്യലില്ല. പക്ഷേ ഒരു യത്തീമായ കുട്ടിയെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയോ, ഇന്നൽ യതീമ ഇദാ ളുരിബ ഇഹ്തസ്സ അർശുർ റഹ്മാൻ. യതീമായ ഒരു കുട്ടിനെങ്ങാനും അന്യായമായി ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ അർശ് നിന്ന് പ്രകമ്പനം കൊള്ളും. ആ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് അത്രക്കും പ്രശ്നമാണ്. വാപ്പല്ലാത്ത കുട്ടിയാക്കാണ് യത്തീമാര്, വാപ്പ മരിച്ച കുട്ടിയാക്കാണ് യത്തീം. മൃഗങ്ങൾ നേരെ എതിരാണെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾക്കാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പക്ഷിന്റെ കുട്ടി യത്തീമാരുണ്ടെങ്കിൽ ആ കുട്ടിനെ തള്ളപക്ഷി പോകണം. അങ്ങനെയാണ് ആയിരം. മനുഷ്യന്മാരിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ വാപ്പാരില്ലാത്ത ചെറിയ കുട്ടികൾ അവരൊക്കെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. നബിതങ്ങൾ പറഞ്ഞാൽ എന്താ, നിങ്ങൾ യത്തീമായ കുട്ടിന്റെ മുന്നിൽ നിന്ന് നിങ്ങളെ കുട്ടീനെ ലാളിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം, സുകുമാർ അഴീക്കോടോ വേറെ ആരോ ആണ്, അവർ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബിയാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് ഇതാണ് ഉദ്ധരിക്കേണ്ടത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, യത്തീം കുട്ടികളെ മുന്നിന്ന്, അനാഥ കുട്ടികളുടെ മുന്നിന്ന് സ്വന്തം കുട്ടികളെ ലാളിക്കരുത്. ആ കുട്ടികൾക്ക് വേദന വരും, പ്രയാസം വരും. എൻ്റെ വാപ്പല്ലല്ലോ എന്ന് തോന്നും. നിങ്ങൾ ആടിനെ ഒട്ടകത്തെ കറക്കാൻ പോകുമ്പോൾ നിങ്ങളെ നഖം വെട്ടണം, നഖം കോറിയിട്ട് ആടിൻ്റെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ അകിടിൽ വേദന വരും എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ചെറുപ്പത്തിലെ കുട്ടിയാൾക്ക് ഖുർആന് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാകുന്നത്. അവളൊക്കെ അണ്ണാക്ക് തിരികെ കൊടുക്കണം എത്ര സംഭവം. ചെറുപ്പത്തിലെ മുസ്ലിങ്ങൾ ഖുർആനെ കുട്ടികൾക്ക് സന്നിവേശിപ്പിക്കും മദ്രസ, അതിനാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യൂസുഫ് അലിയാറിൻ്റെ തീവ്രവാദി ഉണ്ടായത്. മൂപ്പരെപ്പോഴും പറയും, ഞാൻ ഈ രംഗത്തെത്താൻ കാരണം എനിക്ക് പ്രചോദനമായത് ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. മൂപ്പരെപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ ഒരു സുജായിയാളി നമ്മൾ കണ്ടില്ല സഹായം കൊടുക്കാൻ. മുസ്ലിമായ നമ്മളവിടെ മതം വേർതിരിച്ച് പറയല്ല, ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പറയാൻ തോന്നുകയാണ്. അവിടെ മുസ്ലിമായ അദ്ദേഹമാണ് ആദ്യമായിട്ട് 1 ലക്ഷം പ്രഖ്യാപിച്ചത്. പിന്നെയാണ് മറ്റേ ആള് തൃശ്ശൂർ ഞാൻ കിട്ട് എടുക്കുക അറിഞ്ഞല്ലോ, അയാൾ പിന്നെ ഇവർക്കൊക്കെ ആകെ ചമ്പല് വന്നു, വഷളായി. പറയലേ ഉണ്ടാവുള്ളൂ. അത് മറ്റേ കിരീടം കൊടുത്തായിരിക്കും കാരണം സ്വർണ്ണമെന്ന് പറഞ്ഞാണ്ട്. നമ്മൾ തന്നെ കരുതി ഇത്രയൊക്കെ സ്വർണം കൊടുത്തോ, പിന്നെ മനസ്സിലായത് പൂശിയതാണ്. കളറിപ്പോൾ ആർക്കും കൊടുക്കാറ്. 100 റുപ്യൻ്റെ വളയൊക്കെ അങ്ങനെ കണ്ട സ്വർണത്തിന് വരില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിതൊക്കെ കിട്ടിയത് ഖുർആൻ ശരിക്ക് കൊടുത്തോണ്ടാണ്. നമ്മളെ കുട്ടികൾ ഇങ്ങനെ ദയും കാര്യങ്ങളൊക്കെ എന്തുണ്ട് കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അപ്പോൾ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോൾ യതീമിൻ്റെ ആ മഹത്താണ് പറഞ്ഞത്. നോക്കി നിങ്ങൾ, അള്ളാൻ്റെ അർശ് എന്ത് ചെയ്യും, ആണ് പടച്ചു പോകും, അത്ര ഗൗരവമാണ്. ദാവൂദ് നബിയോട് അള്ളാഹു പറഞ്ഞത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, കുല്ലിൽ യതീം കൽ അബിർ റഹീം എന്നാണ്. യതീമിനെ വളരെ കാരുണ്യമുള്ള ഒരു ഉപ്പാനെ പോലെയാണെന്നാണ്. അതായത് നമുക്ക് നമ്മളെ മക്കളോട് എത്ര സ്നേഹം ഉണ്ടാവും, അതേപോലെ മക്കളോട് എത്ര സ്നേഹം അതേപോലെയാണ് യതീമിനോട്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവസരം കിട്ടുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ,
ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, പിന്നെ ധാരാളം സ്ത്രീ പുരുഷന്മാരെയും അതിൽ നിന്ന് വ്യാപിപ്പിച്ചു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, ഏതൊരു അല്ലാഹനെ മുൻനിർത്തി നിങ്ങൾ ചോദിക്കുന്നോ അല്ലാഹുവിനെയും കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളുടെ മേലിൽ റഖീബാണ്, നിരീക്ഷകനാണ്. വആതുൽ യതാമാ അംവാലഹും, നിങ്ങൾ യതീമുകൾക്ക് അവരുടെ ധനത്തെ നൽകിക്കോളൂ. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നല്ലതിനോട് ചീത്തയെ കലർത്തരുത്. വലാ തൗകുലൂ അംവാലഹും ഇലാ അംവാലിക്കും, നിങ്ങളുടെ മതിലിലേക്ക് അവരുടെ മതിലിനെ കൂട്ടി നിങ്ങൾ തിന്നരുത്. ഇന്നഹു കാന ഹൂബൻ കബീറാ, തീർച്ചയായിട്ടും അത് വൻ പാപമാകുന്നു, കുറ്റകരമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا صدق الله العلي العظيم.